എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ പൂയപ്പള്ളി തങ്കപ്പൻ മാസ്റ്ററുമായി നോവലിസ്റ്റ് ജോസഫ് പനക്കൽ നടത്തിയ സംഭാഷണം രണ്ടാം ഭാഗം. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഹൈസ്കൂളിൽ സാറ് SM ഹൈസ്കൂളിലായിരുന്നല്ലോ, VV സഭ സ്കൂളിലായിരുന്നല്ലോ. അന്ന് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സാറിന് ഈ സാഹിത്യപരമായ കഴിവ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അന്ന് അവിടുത്തെ അധ്യാപകരിൽ നിന്ന് ആരെങ്കിലും പ്രചോദനമോ അല്ലെങ്കിൽ പ്രോത്സാഹനമോ നൽകിയിരുന്നോ? ഉണ്ടായിട്ടുണ്ട്. അതായത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ ശങ്കരൻ പൈ സാറ് മലയാള അധ്യാപകനായിട്ട് വരുന്നത്. അതുവരെ സാറ് വള്ളൂരുത്തി SDPI സ്കൂളിൽ മലയാള അധ്യാപകനായിരുന്നു. സാറ് വന്നപ്പോൾ സാറന്ന് കത്തി നിൽക്കുന്ന കാലവും എല്ലാത്തിലും എഴുത്തുകാരൻ കവിത. അതെ അതെ. അപ്പോൾ ആ നിലക്ക് ശങ്കരൻ കരിപ്പൈ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ വലിയൊരു ഇതായി. അപ്പോൾ മലയാളത്തിലെ ഞാൻ, കോമളൻ, അച്യുതൻ, പിന്നെ ഒരു ഗൗരിയുണ്ട്, പറമ്പാടിയിലെ ഗൗരി, ഇത് 4 പേരുമാണ് മത്സരം. അത് മാറി മാറി ഞങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ ഇതാകും. അപ്പോൾ സാറ് വന്നിട്ട് ചില കഥകളൊക്കെ വായിക്കും, സാഹിത്യത്തെക്കുറിച്ച് പറയും. അതൊരു വലിയൊരു പ്രചോദനമായിരുന്നു. അപ്പോൾ ഒരു കയ്യെഴുത്ത് മാസിക സ്കൂളിൽ തുടങ്ങി. അതിൻ്റെ ഭാരവാഹിത്വമൊക്കെ ഏറ്റെടുത്തിട്ട് അതൊക്കെ നടത്തേണ്ടി വന്നു. പിന്നെ ഞാൻ ഈ എഴുത്തിനോടൊപ്പം തന്നെ പ്രസംഗത്തിലേക്ക് വരാനായിട്ടൊരു കാര്യമുണ്ട്. അത് രസകരമായൊരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നത്തെ കറുപ്പല്ല, ഇതിനേക്കാൾ കറുപ്പായിരുന്നു. കുത്തിയാൽ ചോരക്ക് പകരം താറ് വരും, ആ രീതിയിലുള്ള കറുപ്പായിരുന്നു. കാരണം വീട്ടിലെ അമ്മുമ്മ നല്ല വെള്ളയും അച്ചച്ചൻ നല്ല കറുപ്പായിരുന്നു. ഗ്രാൻഡ് ഫാദർ ടു ദി ചൈൽഡ് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. മുത്തശ്ശൻ്റെ ഇതാണ് വന്ന് കിട്ടുക എന്നുള്ളത്. മുത്തശ്ശി ഉണ്ടല്ലോ, വേറെ അമ്മ എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. അമ്മയുണ്ട്, ഇത് വേറെ ഒരു അമ്മ. മുത്തശ്ശി വലിയ കാര്യമായിരുന്നു ഞങ്ങളെ. നല്ല സുന്ദരിയായിരുന്നു, നല്ല വെളുത്ത സുന്ദരിയായിരുന്നു. അടുത്ത് തങ്കച്ചൻ എന്നാണ് എന്നെ വിളിച്ചിരുന്നത്. കഥകളൊക്കെ ഇങ്ങനെ പറയും. എന്തുമാത്രം കഥകളാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അറിയോ. അതൊക്കെ എനിക്ക് വലിയ പ്രചോദനമായിട്ട് മാറിയിട്ടുണ്ട്. പനക്കലിൻ്റെ ചോദ്യം ഈ സ്കൂളിൽ വന്നപ്പോൾ. അപ്പോൾ ഞാൻ ഈ പ്രൈമറി സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ എനിക്ക് കണക്ക് എന്നൊരു വലിയ പ്രശ്നമായിരുന്നു. അത് അവസാനം വരെ കണക്ക് എനിക്ക് പ്രശ്നമായിരുന്നു. അവിടെ കടാമംഗലം പപ്പുകുട്ടിയുടെ പെങ്ങള് ടീച്ചർ വന്നു. ആ ടീച്ചർ വന്നിട്ടാണ് എന്നെ തെക്കിയെടുത്തത്. ഞാനിങ്ങനെ അപകർഷബോധത്തിൽ കറുത്തവൻ, മറ്റുള്ളവരാരും ശ്രദ്ധിക്കില്ല, കയ്യക്ഷരം നല്ലതാണ്, അത് മിടുക്ക് മാത്രമേ എനിക്കുള്ളൂ, കണക്കൊഴിച്ച് ബാക്കി വിഷയങ്ങളിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ശരിക്കും മനസ്സിലാക്കിയിട്ട് ടീച്ചർ ലീല എന്ന പേര്, മോനെങ്ങനെ ഇരുന്നാൽ പോരാ, നീ മിടുക്കനാടാ, നിനക്ക് കഴിവുകളെന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു നാടക വഴി അതിൽ അഭിനയിപ്പിച്ചു. അതിൽ ഒരു ദന്ത ഡോക്ടറുടെ ഭാഗം, ഹിസ്റ്ററി, ജോഗ്രഫി, ഏങ്ങൽ, വേങ്ങൽ, തേങ്ങൽ, ഇതിനൊക്കെ ഞാൻ ദന്ത ഡോക്ടറിനെ പ്രസംഗിക്കണം. അത് കഴിഞ്ഞ് വയറുവേദനയും കൊണ്ട് ഒരുത്തം വരും. വയറുവേദനയും കൊണ്ട് വരുമ്പോൾ അവൻ്റെ വയറിങ്ങനെ പൊങ്ങിയൊക്കെയാണ്. ഒരു തേങ്ങ കയറ്റണ പാരയാണ് കയ്യിലുള്ളത്. അതിങ്ങനെ ചുറ്റി ഇത് ചെയ്തിട്ട് വലിയൊരു തോർത്താണ് ഇങ്ങോട്ട് എടുക്കുന്നത്. ഒരാൾ പല്ലുവേദനയായിട്ട് ഒരുത്തം വരും. അവനെ ഈ പാര തന്നെയാണ് ഉപയോഗിക്കുന്നത്. പല്ല് കുത്തുമ്പോഴേക്കും അവൻ്റെ വായിന്ന് തവള ചാടി അങ്ങോട്ട് പിള്ളേരുടെ മുമ്പിൽ വീഴുകയാണ്. കാരണം ടീച്ചർ ഒരു തവളയെ പൊതിഞ്ഞ്, ജീവനുള്ളതിനെ പൊതിഞ്ഞ് ബാക്കിൽ വെക്കണ്ടേ. ഇതിങ്ങോട്ട് എടുത്ത് കഴിയുമ്പോഴേക്കും പിള്ളേരൊക്കെ അന്തിച്ചു പോയി, പിന്നെ വായിന്നാണ് തവളയാണ്. അങ്ങനെ എന്നെ നാടകത്തിൽ അഭിനയിപ്പിച്ചു. അങ്ങനെ എനിക്ക് വേദിയിൽ കയറാനുള്ള ഒരു സഭാകമ്പം മാറുന്ന ഒരു അവസരം ഉണ്ടാക്കി തന്നു. പറൂർ ഹൈസ്കൂളിലെ വാസ്തവത്തിൽ ഷൈൻ ചെയ്യാൻ മാർക്കും 22 ഡിവിഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഫോറം. 14,000 കുട്ടികൾ പഠിക്കുന്നതാണ്. അന്ന് മിക്സഡാണ്, അത്ര വലിയ സ്കൂളാണ്. അവിടെ ശാരദാമ്മ സാറ് ഒരു ടീച്ചറുണ്ടായിരുന്നു. അവരാണ് എനിക്ക് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് 8ാം ക്ലാസ് ചേർന്നതിന് ശേഷം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മറ്റുള്ളവരെ മുന്നിൽ ഞാനും കൂടി ഉണ്ട് എന്നൊന്ന് ഐഡൻറ്റിറ്റി വിളംബരപ്പെടുത്താനായിട്ട് എന്നിലുള്ള സിദ്ധി എന്താ? ഒന്നുമില്ല. കാഴ്ചയിൽ എന്നെ അറിവ് അംഗീകരിക്കില്ല. മറ്റു തരത്തിലും അങ്ങനെ ഫസ്റ്റ് ക്ലാസ്സൊക്കെ നേടി പോകുന്ന അങ്ങനെ പഠിപ്പിൻ്റെ ഇതുമില്ല. കണക്കിന് മോശം അതുകൊണ്ടേ അരക്കൊല്ല പരീക്ഷയ്ക്ക് 10ാം ക്ലാസ്സിൽ 50ൽ 2 പൂജ്യം ഇട്ട് എന്ന് കാരണം 100ൽ 4 പൂജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നു. അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോണ്ടല്ലോ പ്രസംഗം. ഒരു സാഹിത്യ സമാജത്തിലെ 2 ആഴ്ച കൂടുമ്പോൾ സാഹിത്യ സമാജം ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവരും, രാമവർമ്മ യൂണിയൻ സ്കൂളിൽ നിന്ന് കൊണ്ടുവരിക. അങ്ങനെ പ്രസംഗത്തിന് ചേർന്ന് ഒരിക്കലേ വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നൊരു വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ പേര് കൊടുത്തിയാൽ ഞാൻ എഴുതി
കാണാതെ പഠിച്ച് വന്നപ്പോൾ അച്യുതൻ മാഷിൻ്റെ രാമവർമ്മ സ്കൂളിൽ നിന്ന് അച്യുതൻ മാഷ് അധ്യക്ഷൻ 2-3 മിനിറ്റ് അങ്ങോട്ട് തകർത്ത് പ്രസംഗിച്ചു, പിന്നെ മറന്നുപോയി. അപ്പോഴിതേ ഇപ്പുറത്തുണ്ടായിരുന്ന ഒരു ചന്ദ്രൻ ഉണ്ടായിരുന്നില്ല, തടിയൻ ചന്ദ്രൻ, ഇനി ഇങ്ങോട്ട് പോരപ്പാ എന്ന് പറഞ്ഞോടുകൂടി ഉള്ളത് കൂടി അച്യുതൻ മാഷ് പറഞ്ഞ് പേടിക്കണ്ട പറഞ്ഞത് എനിക്ക് പറയാൻ കഴിയും. കുറെ കഴിയുമ്പോൾ കിട്ടി. പിന്നെ ഒരു വേദി ഞാൻ കളഞ്ഞില്ല, ഒരു വെല്ലുവിളിയായിട്ട് എടുത്തിട്ട് അത്. അതുകൊണ്ട് എന്ത് പറ്റി, സ്കൂളിൽ എനിക്ക് എതിരാളികളായിട്ടുള്ള പ്രസംഗകരുണ്ടായിരുന്നു. അന്ന് ജോർജ്, കാര്യ സ്കൂളിൻ്റെ തെക്കിൽ താമസിക്കും ജോർജ് ഇല്ലേ, ജോർജ്, ഒരു ഗോപൻ ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ അമ്മായിയുടെ മകൻ വിൽസൺ, ഡിസ്ട്രിക്ട് ജഡ്ജായിട്ടൊക്കെ റിട്ടയർ ചെയ്തല്ലോ. ഇവരൊക്കെ എൻ്റെ എതിരാളികളായിരുന്നു, നല്ലപോലെ പ്രസംഗിക്കുന്നവരാണ്. അതിൽ എക്സ്റ്റംപോർ സ്പീച്ച് ഒരിക്കലും ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. അതായത് വിഷയം എന്താണെന്ന് 5 മിനിറ്റ് ആലോചിച്ചിട്ട് അല്ലേ, അതിലെന്നും എനിക്കായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എക്സ്റ്റംപോർ സ്പീച്ചിന് ഏറ്റവും ഒടുവിലാണ് എന്നെ വിളിച്ചത്. അപ്പോൾ കരിപ്പായി സാറ് ഒരു ക്ലൂ തന്നു, ലോക സമാധാനവും പിന്നെ സാഹിത്യത്തിലെ അത് അനുബന്ധമായിട്ട് തന്നെ എല്ലാവരും അവിടെ സാഹിത്യത്തിൻ്റെ കാര്യം കൊണ്ടാ പറയണേന്ന് ഒരു ക്ലൂ തന്നു. അപ്പോൾ മറ്റത് പറയാനുള്ളൊരു നിർദ്ദേശം വരുന്നത്. ഞാൻ അതിൽ ചില ആലങ്കാരികമായ ചില ഇതൊക്കെ അടിച്ചിട്ടൊരു പദപ്രയോഗം നടത്തിയിട്ട് ധാരാവാഹിയായിട്ടാണ് സംസാരിച്ചു. ആൻമേഡ് സാർ ഇങ്ങനെ ഇരുന്നാണ് നോക്കിയിട്ട് മാറിയിട്ടു ഫസ്റ്റ് അടിച്ചു. എന്നിട്ട് അച്യുതൻ പറഞ്ഞതെന്നറിയോ, നീ ഭാഷ കൊണ്ട് പറ്റിച്ചു, മാറ്റർ പറഞ്ഞത് ഗോപനാണ്, അവന് ഭാഷയില്ല. അങ്ങനെയാണ് പ്രസംഗത്തിലേക്ക് ഞാൻ വരുന്നത്, ആ രീതിയിൽ കൂടി. പിന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കൗമുദി അടിച്ചപ്പോൾ ഇതിൽ കവിത അടിച്ചു വന്നു. അതും കക്ഷത്തിൽ വെച്ചുകൊണ്ട് ഒരു നടപ്പ് കടന്ന് ഞാൻ. ശ്രീകുമാരൻ തമ്പി, ഏറ്റുമാനൂർ സോമദാസൻ, സുന്ദരൻ തൻവച്ചപുരം, തൃക്കുടിത്താനം ഗോപിനാഥൻ നായർ, ഞങ്ങൾക്ക് ഒരേ കാലത്ത് കൗമുദിയിൽ എഴുതുകയാണ്. അന്ന് വയലാർ ONV എഴുതുന്നുണ്ട്, അവരൊക്കെ പ്രമുഖ കവികൾ, അങ്ങനത്തെ ഇതായിരുന്നു. അത് കഴിഞ്ഞ് സത്യത്തിൽ പിന്നീട് വെടിയം പറ്റക്കാട്ടിൻ്റെ ഭാവന, അതൊക്കെ ഈ ഇങ്ങൊരു തോണ്ടിയെടുത്ത് ഒരു വരുത്തിയിട്ടുണ്ട്. മാസി വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് കഥ എഴുതി. പിന്നെ വന്നിട്ടത് അവർ തന്നെ വന്നിട്ടാണ് ജനത എന്ന് പറഞ്ഞൊരു മാസികയാണ് മട്ടാഞ്ചേരിയിൽ നിന്ന്, PS ദാമോദരൻ്റെ കൂടി. PS ദാമോദരൻ നല്ല കഥാകൃതായിരുന്നു. അതിൽ ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു കവിത, അതിൽ അതിൻ്റെ ജനജീവിതത്തിൽ പരസ്യം കൊടുത്തു, പൂയപ്പള്ളി തങ്കപ്പൻ്റെ കവിത എന്നൊക്കെ പറഞ്ഞ് പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് PS ദാമോദരൻ പറഞ്ഞു, കേട്ടോ നീ തിരിച്ച കാശൊക്കെ തനിക്ക് തരാം, കുറേ നാളിലായാലും എഴുതുന്നത്, പക്ഷേ കാശൊന്നും തന്നില്ല. കാശൊന്നും കിട്ടാറില്ല, കാശൊന്നും കിട്ടിയിട്ടില്ല. കൗമുദി ആഴ്ച പോയി എന്നല്ലാണ്ട് നീലകണ്ഠൻ നായരെന്നും പറഞ്ഞൊരു പോസ്റ്റ്മാൻ ഉണ്ടായിരുന്നു, അന്ന് വടക്കേക്കര പോയോ. അത് പുള്ളി ഇതിൻ്റെ വൗച്ചർ കോപ്പി വരുമല്ലോ നമുക്ക്, അതുകൊണ്ട് പൂയപ്പള്ളി വരെ നടന്നു വരണേ. എടാ നിനക്ക് വേറെ പണിയൊന്നുമില്ലടേ, വാത്സല്യത്തോടു കൂടിയാണ് പറയണത്, വാത്സല്യം ഇതത്, നിനക്ക് വേണ്ടി ഞാൻ ഈ പൂയപ്പള്ളി വരെ നടന്നു വരികയാണ്. ഞാൻ പറഞ്ഞു അതിനൊരു കാര്യം, അവിടെ വെട്ടുവഴിന്ന് ഞങ്ങൾ ജംഗ്ഷനിൽ പറയുന്നത്, വെട്ടുവഴിയിൽ ഏതെങ്കിലും ഒരു കടയിൽ കൊടുത്താൽ ഞാനവിടെ, അതെങ്ങനെയാടാ വല്ലവരൊക്കെ ഇതായി കഴിഞ്ഞാൽ നിന്റെ കയ്യിൽ തന്നെ തരണ്ടേ, വാത്സല്യോട് എന്നോടേ.